ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നല്ലൊരു മഴ കഴിഞ്ഞ് ശാന്തതയാണ് ഇപ്പം. അപ്പോൾ നമ്മൾക്ക് ഇന്നലെ മഴ പെയ്താണ്. അപ്പോൾ പകൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞാണ് കറണ്ട് വന്നത്. അപ്പോൾ പിന്നെയും മഴ പെയ്തു. നമ്മൾ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പാടത്ത് വെള്ളമായപ്പോൾ മോട്ടർ പറ്റിക്കും. അപ്പോൾ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഈ കച്ചി, അതായത് നമ്മുടെ വൈക്കോല് ചീഞ്ഞിട്ട് അതിൻ്റെ ഒരു കുറുകിയ വെള്ളമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് പുറത്തെ ഉപ്പ് പുറത്തെ വെള്ളം ഭയങ്കര ചൂടായതുകൊണ്ടും അകത്തുനിന്ന് ഇറങ്ങുന്ന തണുത്ത വെള്ളം ആയതുകൊണ്ടും മോട്ടറിന് വരയ്ക്ക് ധാരാളം മീൻ വരാറുണ്ട്. മോട്ടർ ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം മീൻ കിട്ടുമില്ല. മോട്ടറിൻ്റെ വാതിൽ മീൻ മറിയുന്നുണ്ട്. പക്ഷേ മോട്ടറിൻ്റെ വാതിൽക്കെല്ലാം ലൈറ്റിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. മോട്ടർ ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ മോട്ടർ ഓടിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സന്ധ്യയാവും. ചിലപ്പോൾ നമുക്ക് ഒരു വില വീശാൻ മതിയായിരിക്കും. ഇന്നലത്തെ കാറ്റത്തും മഴയത്തും തകർന്നു പോയ മോട്ടോറച്ചൻ്റെ ഷെഡ് കോൺട്രാക്ടർ വന്ന് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ മോട്ടോർ ഓടിക്കുന്ന സമയത്ത് പെട്ടി നിറച്ചു കൊടുക്കണം വെള്ളം. മീൻ ചാടുന്നുണ്ടോ? കുട്ടുവാല് വീഴുന്നില്ലെന്ന് തോന്നുന്നു മോട്ടർക്ക. പിന്നെ എന്നാ വെള്ളം എടുക്കാത്ത പൂവായിക്കൊണ്ട തോന്നുന്നു കേട്ടോ. മോട്ടർ ഓടുന്ന കൂടെ കിട്ടിയില്ല. ഉള്ളത് മക്കള് മാറിന്നേ തെറിക്കും. വെള്ളം തെറിക്കും. മാറിക്ക്. ഒന്നുകൂടെ പോകാം. കാണ്ട് കിടക്കുന്നോ ആ പുല്ലിന്റെ പുറത്തൊക്കെ? കുറുവയാന്ന് തോന്നുന്നു. ചാടി കുറുവൊന്നും ഇതിനകത്തില്ല. ചാടി പോയതായിരിക്കും. എന്നാ ചാടി പോകുന്ന സൈഡിൽ കൂടെ അല്ല.
അറിഞ്ഞില്ലണ്ണ. നീ അവിടെ പോണോ അപ്പൊ? എടുക്കാം എടുക്കാം അതെടുക്കാം. ചാടി പോകണ. അവിടുന്ന് ഒരു കച്ചി കണ്ട അത് കിടക്കുന്ന ആ സാധനം എടുത്തിന് മേളിൽ വെച്ചേര്. ചൂണ്ടയിട്ടാ കിട്ടുമായിരിക്കും അല്ലേ? ചെമ്പല്ലി ആ അകത്തുനിന്ന് വരുന്നതല്ലേ? വലിയ മീനാണോ ചാടി കയറി വന്നേ? നമ്മളേതായാലും വീശി നിർത്തി. അപ്പം മീൻ ചാടുന്നതിനിടയ്ക്ക് നമ്മൾ ടോർച്ച് അടിച്ചപ്പം നമ്മുടെ മോട്ടറിൻ്റെ പെട്ടിയുടെ സൈഡിലായിട്ട് കുറുവ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പം പെങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ച് കുറുവയുടെ കോരിയിട്ട് അങ്ങ് നിർത്താമെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് അവൾ പോയി വലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൾ കോരുവാണ്. നമ്മൾ കെട്ടിച്ച് വിട്ടത് മലമേളിലാണെങ്കിലും നമ്മൾ പഠിച്ച അടവൊക്കെ മറന്നിട്ടുണ്ടോ എന്ന് കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ. നമ്മുടെ കൂടെ നടന്നപ്പോൾ പഠിച്ച അടവൊന്നും അദ്ദേഹം ഇതുവരെ മറന്നിട്ടില്ല എന്ന് അവൾ തെളിയിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറവുണ്ട്. മതി, ഇത് മീൻ മതി. കൊത്തോറം കുറുവത് ചാടി പോവത്. അന്ന് ഈട് നോക്കാം. പൊക്ക് പൊക്ക് ഞാനാ പിടിക്കൂ അതിനെ. ആണോ? മതി മീൻ മതി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ മീൻ ചാടി വീണോണ്ടേ ഇരിക്കുകയാണ്. ഈ ഇങ്ങനെ ചാടി വീഴുന്ന മീൻ ആർക്കും പ്രയോജനപ്പെടാതെ പോകും മിക്കവാറും. നമുക്ക് ആവശ്യത്തിന് മീനായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് നാളെ വെട്ടാനും പറ്റത്തില്ല. കണ്ടത്തിലൊക്കെ പോകേണ്ടതുകൊണ്ട് ഓക്കെ. അത് പോയി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് കോരുന്നതിനിടയ്ക്ക് കുറുവ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൊണ്ട് നമ്മൾ കോരും. എന്നിട്ട് നമുക്ക് അതിനകത്തുനിന്ന് മുഴുത്ത മീൻ മാത്രം നമ്മൾ എടുക്കും. ബാക്കിയുള്ള ചെറിയ മീനെ നമ്മൾ പുഴയിലേക്ക് തന്നെ വിടും. അത് തന്നെയാണ് പരിപാടി. അപ്പോൾ പ്രോസസ്സ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.